എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 5-6 വാക്യങ്ങൾ. ഇയ്യോബ് 42 5-6 വാക്യങ്ങൾ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെയർ ഈസ് ഗോഡ് വെൻ ഇറ്റ് ഹേർട്സ്? കാലപ്പഴക്കത്തിൽ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്ന് ചോദിക്കാം. ഇന്നും മനുഷ്യനെ മഥിക്കുന്ന കുഴയ്ക്കുന്ന ചോദ്യമാണിത്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ ആഴത്തിൽ മനസ്സുകൊണ്ട് ദൈവത്തോട് ഒരു പക്ഷേ ഇങ്ങനെ ചോദിച്ചിരിക്കാം. എന്നാൽ വാക്കുകൾ കൊണ്ട് കഷ്ടതയുടെ മധ്യത്തിലും ഇങ്ങനെയുള്ള പ്രതികരണങ്ങളിലേക്ക് ഇയ്യോബ് കടക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ, മക്കൾ, സ്നേഹിതർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് അകാലത്തിൽ കൊഴിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ദൈവം വലിയവനും നല്ലവനും കരുണയുള്ളവനും എന്ന് ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗുഡ് ആൻഡ് ഗ്രേഷ്യസ്. എന്നാൽ ഭീതി ജനിപ്പിക്കുന്ന സംഭവങ്ങളുടെ മുൻപിൽ ചോദിക്കുന്ന ഹൃദയഭേദകമായ ചോദ്യം, വൈ ഡസ് ഗോഡ് അലൗ സഫറിങ്? വൈ ഹാസ് ഹി അലൗഡ് ദിസ് ടു ഹാപ്പൻ ടു മീ? കാലമുള്ള കാലമെല്ലാം ഈ ചോദ്യം ആവർത്തിക്കപ്പെടും. ജ്ഞാനസാകൃത്യ കൃതികളിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിലും മർമ്മഭേദകമായി ചോദ്യം മുഴങ്ങി കേൾക്കുന്നുണ്ട്. നീതിമാൻ വേദനിക്കുമോ? ഇയ്യോബിൻ്റെ സ്വഭാവം എഴുത്തുകാരൻ എടുത്തു പറയുന്നത് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. നീതിമാൻ കഷ്ടത അനുഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. പാപവും രോഗവും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാനാണ് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ ശ്രമം. നല്ലവർക്ക് ദൗർഭാഗ്യം, ദുരവസ്ഥ, ദുരന്തം ഇതൊന്നും ഉണ്ടാകയില്ല എന്ന വിശ്വാസ ധാരണയിൽ ഊന്നിയാണ് സ്നേഹിതന്മാരുടെ വാദം. നീതിമാനായ ഇയ്യോബിൻ്റെ വേദനയ്ക്ക് കാരണം അവനോ പൂർവ്വ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടുണ്ടെന്ന് ദൈവശാസ്ത്രത്തിൽ അവർ വിശ്വസിക്കുന്നു. സമൃദ്ധി, ആരോഗ്യം, ദീർഘായുസ് ഇവയെല്ലാം ദൈവപ്രസാദത്തിൻ്റെ പ്രതീകമാണെന്നും അതിന് വിപരീതമായി ഭവിക്കുന്നത് ദൈവശിക്ഷയാണെന്നുമുള്ള വാദഗതിയിൽ ഈ സ്നേഹിതർ ഉറച്ചു നിൽക്കുന്നു. പുതിയ നിയമകാലത്ത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഒരു പരിധിവരെ ഇത് വിശ്വസിച്ചിരുന്നുവോ എന്ന് തോന്നാവുന്ന പ്രതികരണമാണ് യോഹന്നാൻ 9 അധ്യായത്തിൽ കാണുന്ന പിറവിയിലെ കുരുടനെ കണ്ട് യേശു കർത്താവിനോട് അവർ ചോദിക്കുന്ന ചോദ്യം. ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? തൻ്റെ ജീവിത വേദനയുടെ മുഖത്ത് ഇയ്യോബിൻ്റെ ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. ഔട്ട് ഓഫ് ദ സ്റ്റോം എന്ന പുസ്തകത്തിൽ സി ആഷ് ജോബ് ആസ്ക്സ് വീൽചെയർ ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ആം ചെയർ ക്വസ്റ്റ്യൻസ് എന്ന് എഴുതുന്നു. തൻ്റെ സ്നേഹിതരുടെ വാദഗതിയെ തൻ്റെ ജീവിതം കൊണ്ട് ചോദ്യം ചെയ്യുന്നത് കൂടാതെ ഇയ്യോബിൻ്റെ ജീവിതത്തെ ആകമാനം ഉലയ്ക്കുന്ന ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇയ്യോബ് നൽകുന്ന പ്രതികരണമാണ് ഈ ഭാഗങ്ങളിൽ 38 അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ചിന്ത,
നോട്ട് വൈ യൂസ് മീ ലോഡ്. പ്രകൃതിയുടെ നാഥൻ പ്രകൃതിയിലെ പ്രതിഭാസവുമായി ഇയ്യോബിനെ സമീപിച്ച് ചോദിച്ചതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഉദാഹരണമായി, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിൻ്റെ അളവ് നൂൽ നിയമിച്ചവനാർ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വിഷമിച്ച ഇയ്യോബ് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കാൻ നിർബന്ധിതനാകുന്നു. ഇയ്യോബിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു, ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. 40-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ജീവിത വേദനയുടെ നടുവിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പകരം ദൈവമഹത്വത്തിനായി എന്നെ എടുത്ത് ഉപയോഗിക്കുന്നതിന് സ്വമനസ വിട്ടുകൊടുക്കാൻ ഇയ്യോബ് നമ്മെ ക്ഷണിക്കുന്നു. പൊടിയിലും ചാരത്തിലുമൊക്കെ ഇരുന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ദുസ്സഹാവസ്ഥയിൽ തന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് അനുദപിക്കാൻ ഇയ്യോബ് സന്നദ്ധനാകുന്നു എന്നതാണ് ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോമ്പിൻ്റെ നാളുകൾ നമ്മെ ക്ഷണിക്കുന്നത് അതിലേക്കാണ്. നമ്മെ നിർബന്ധിക്കുന്നത് ആ ഒരു വലിയ നിലപാടിലേക്കാണ്. ഏറ്റവും താഴേക്ക് ഇറങ്ങി വരാൻ. അതായത് ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും ഭാരങ്ങളിലും നഷ്ടങ്ങളിലും രോഗത്തിലും പ്രയാസത്തിലും ഒക്കെ ദൈവത്തെ പഴിക്കാതെ നമ്മെ തന്നെ താഴ്ത്തി ഭരമേൽപ്പിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമുക്കൊരു വിടുതൽ നൽകും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചെയ്ത വലിയ കാര്യങ്ങൾ മുൻപത്തേതിനേക്കാൾ അനുഗ്രഹകരമായിരുന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, എന്നെ അവിടുത്തെ കരങ്ങളിൽ മെനഞ്ഞ് അവിടുത്തെ ഹിതം പോലെ പൂർണ്ണമാക്കണമേ എന്ന് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും അനുദപിക്കുന്നതിനും പുതുക്കുന്നതിനും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. ലജ്ജിതരായി പോകാതെ, ക്ഷീണിച്ചു പോകാതെ ധൈര്യത്തോടെ ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും വിടുതലും ബലവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.